വിഷ്വലൈസേഷൻ ചെയ്യാൻ ദൃശ്യവൽക്കരിച്ച് കാണാം. നിങ്ങളെ വേർഡ്സ് വാക്കുകളെയൊക്കെ ഒരു പിക്ചർ രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതിനെങ്ങനെ ഒരു ഒരു പാതിരാ സ്വപ്നം പോലെ ഇങ്ങനെ കണ്ടിട്ട് പിന്നെ വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുപോകും. അടുത്തതായിട്ട് നമ്മളെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെപ്പോഴും ഇങ്ങനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിന് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. നമ്മളെ ലോജിക് ബ്രെയിനിലേക്ക് നമ്മൾ ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഇട്ട് കൊടുക്കുക, അതിനെങ്ങനെ സോൾവ് ചെയ്യുക, അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കി. പിന്നെ റീഡ് ആൻഡ് റീകോൾ എന്ന് പറയും. നിങ്ങളൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ഒന്ന് കവർ ചെയ്തിട്ട് എന്നിട്ട് അതൊന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. റീഡ് ചെയ്ത കാര്യം ഒന്ന് റീകോൾ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. എന്ത് ചെയ്യാം, നമുക്ക് റൈംസ് പോലെ ഒരു പാട്ടൊക്കെ പോലത്തെ അല്ലെങ്കിൽ ഒരു വലിയ മോട്ടിവേഷൻ കോട്ടൊക്കെ പോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ മാറ്റിയിട്ട് നമുക്ക് ഓർക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു കാര്യങ്ങൾ വളരെ ഓർഗനൈസ് ചെയ്ത് വെക്കും. ഓരോ കാര്യത്തിൽ ഇവിടെയാണ് അപ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കണമെന്നില്ല. ആ ടു ഡു ലിസ്റ്റിൽ എഴുതി വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് മൊബൈലൊക്കെ ഉണ്ടാവുമല്ലോ,